So in today's video, we are gonna rate $1 to $1 million houses in Minecraft. So ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് $1 വീട്ടിലാണ്. എന്നിട്ട് ആപ്പ 2 ബെഡേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അത് ജസ്റ്റ് ഉണ്ട് പൂപ്പോ ഇത് പൊട്ട വീടാണ്. ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൽ നമുക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലോട്ട് വന്നിട്ട് ഇതാണ് $1 വീടാണ്. കണ്ടാൽ ജപ്പാനീസ് സ്റ്റൈലാണ് ഇവിടെ പണിത്. ഇങ്ങനെ 3 ഡോറൊക്കെ ഉണ്ട്. ഒരു ഡോർ കുട്ടികളെ ബെഡ്റൂം അതേ ഉള്ളൂ, ബാത്റൂം ഒന്നുമില്ല. കാഴ്ചയായിരിക്കും നിങ്ങൾ പറമ്പിലോട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തിനാണ് വെച്ചേക്കാൻ അറിയാൻ പറ്റും, ഇതൊന്നും ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല. ബെഡ്റൂം കുറയുണ്ട്, ഇത്രയും ബെഡൊക്കെ എന്തിനാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത വീടാണ് നമ്മൾ $5K വീട്. ഇത് വെളിയിൽ നോക്കുമ്പോൾ തന്നെ നല്ല വീടാണ്. അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള ഇടയൊക്കെ ഉള്ളത്. നമുക്ക് അകമൊന്ന് കയറി നോക്കാം. അകത്ത് പക്ഷേ വലിയ ഇടയൊന്നുമില്ല. എന്തുകൊണ്ട് പത്താം 2-3 മുറിയുണ്ട്, പിന്നെ മണ്ടാലോട്ടും ഉണ്ട്. ഇലക്ട്രിക് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം, ഇത് രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ അടുത്ത റൂമിൽ ഇതിനകത്ത് കണ്ട് ഇരുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. $10K വീടാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ വീടാണ്. മറ്റേതിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമുണ്ട് ഇതിന്. പക്ഷേ കട്ടയെല്ലാം സെയിമാണ്. 2 നിലയാണ്. ഇവിടെ സ്റ്റെപ്പില്ലല്ലോ, ഇതിലെ മണ്ടലോട്ട് വരുന്നത്. ഇത് ഇത്ര ഉള്ള വീട് കടയാണ്. മണ്ടയിലുണ്ട്. നമ്മൾ കഥ പൊട്ടിച്ച് കയറേണ്ടത് 2 കഥയിൽ പൊട്ടിച്ചാണ് മണ്ടയിൽ കയറുന്നത്. ഡോറൊന്നും കാണുന്നില്ല. ഇതെന്താ മരുന്ന് പറയാൻ തോന്നുന്നു. ഇവിടെ മണ്ടയിലോട്ടുള്ള സ്റ്റെപ്പുണ്ട്. അതായത് ഇത് 3 നില വീടാണ്. 2 നിലയൊന്നുമില്ല, 3 നിലയുണ്ട് ഇവിടെ. പക്ഷേ ഇത് മാത്രം കടയുടെ സാധനങ്ങളാണ്. അവിടെ ബെഡ്റൂമോ അല്ല ലിവിങ് റൂമോ ഒന്നും ഇല്ല. അങ്ങനെ കുഴപ്പമില്ല. ഈ ചെങ്കലവാസിനുള്ള വീടൊക്കെ ഉണ്ട് അത്യാവശ്യം. 3 നിലയെന്ന് പറയുന്നത് നല്ല വീടാണ്. അടുത്ത നമ്മൾ പോകുന്നത് $50K വീട്ടിലോട്ടാണ്. അപ്പോൾ ഈ വീട് പക്ഷേ അത്ര വലിപ്പം തോന്നില്ല വെളിയിൽ നോക്കുമ്പോൾ. നല്ല ഡിസൈനൊക്കെ ഉണ്ട്, പക്ഷേ വലിയ വലിപ്പമില്ല ഈ വീടിന്. എന്നാലും അകത്ത് കയറി നോക്കാം. കുറേ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളൊന്നും ചാടുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ട്. വീട് ഡിസൈൻ കൊള്ളാം, പക്ഷേ ചെറിയ ഗാർഡനും ഉണ്ട്. ചെറിയ വീടായി. ഇപ്പോൾ ഈ $50K ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ വീടാകും. ഇത് തന്നെയാണ് TV ഒക്കെ ഉണ്ടല്ലോ അതിനത്. ഇത് വെളിയോട്ടുള്ള വഴിയത്. ഇത് ഇവിടെ മണ്ടാലോട്ടുള്ള 2-3. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ റൂം ഇതാണ്. ഇത് ബാത്റൂമാണ്. സോറി മറുപടി. അപ്പോൾ നമ്മൾ ഇതുവരെ കയറിയത് ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ബാത്റൂം ഉള്ളത്. ബാക്കിയുള്ള വീടുകളിൽ ബാത്റൂം പോലും ഇല്ല. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ആദ്യമായിരിക്കും, പക്ഷേ അകത്തൊന്നും ഇല്ല. പിന്നെ മണ്ട ഒരു ജസ്റ്റ് ഉണ്ട്, തുറക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ അടുത്ത റൂമിലോട്ട് പോകുമ്പോൾ അടുത്ത റൂമുണ്ടോ? അടുത്ത ഇതാണ് റൂം. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. മണ്ടാലോട്ട് അടുത്ത വഴിയുണ്ട്. അവിടെ അടുത്ത ബെഡ്റൂമുണ്ട്. ഇതിപ്പോൾ 3 ബെഡ്റൂം ആയാലും അവിടെ വീട്ടിൽ. പക്ഷേ വെളിയിൽ നിന്ന് നമുക്ക് ഇത്ര വലിപ്പം തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതുള്ള അത്യാവശ്യം നല്ല വീടാണ്. പക്ഷെ വെളിയിൽ നോക്കുമ്പോൾ അത്ര വലിപ്പം തോന്നുന്നില്ല. പക്ഷെ അകത്ത് കയറുമ്പോൾ ഒത്തിരി ഉള്ളത്. നമ്മൾ വന്നേക്കുന്നത് $100K വീട്ടിലോട്ടാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ഇത് വെളിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ്. അകത്തെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോ എല്ലാം സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ 3 സ്വിമ്മിംഗ് പൂളുണ്ട്. ഞങ്ങളുടെ അടുത്ത സ്വിമ്മിംഗ് പൂള് നമുക്ക് വീടിനകത്ത്
അവിടെ ലൈറ്റ് വെച്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ റൂമുണ്ട്. ഇത് ഉള്ള റൂം, ഇത് ആദ്യത്തെ ബെഡ്റൂം. അവിടെ ഈ ബെഡ്റൂം കൊള്ളാതെ ഇതുവരെ കയറിയ നല്ല ബെഡ്റൂം. മൊത്തം ഒരു ഡിസൈനൊക്കെ ഉള്ള പോലെ ലാൻഡേം വെച്ചേക്കുന്നത് മൊത്തം. പിന്നെ ഇവിടെ മണ്ടാലോട്ട് റൂമുണ്ട്. അവിടെ പോയി അവിടെ 3-4 റൂം. ഇത് അടുത്ത സ്വിമ്മിംഗ് പൂളിലോട്ട്, ഇത് വെളിയിലോട്ടുള്ളത്. ഇതാണ് അടുത്ത ബെഡ്റൂം. എല്ലാം ഒരേ ഡിസൈൻ തന്നെ ബെഡ്റൂം, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇത് അടുത്ത ബാൽക്കണി. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ വീടിൻ്റെ അകത്ത്. അത് വലിപ്പം ഉണ്ടായിരുന്നു. ഇനി താഴോട്ടൊരു വഴിയും കൂടെ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ എൻജോയ്മെന്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. ലൈബ്രറി ആണെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ ബാത്റൂം ഉണ്ട്. കണ്ണാടി ഇത് കൊള്ളാം. ഇവിടെ താഴെ പിന്നെ ഇവിടെ ഒരു റൂം. ഇത് എന്തിനാ വെച്ചേക്കെന്ന് അറിയാൻ പറ്റില്ല. ഇതൊന്നും വെള്ളമൊക്കെ പോകുന്നു. ഊഞ്ഞാലോ ഇതും കൊള്ളാം കേട്ടോ. പക്ഷേ ഇത് 100K വർത്താണെന്ന് വെച്ചാൽ വರ್ತല്ല. എങ്കിലും നല്ല വീടാണ്, നല്ല ഡിസൈനൊക്കെ ഉണ്ട്. അടുത്ത നമ്മളെത്തിയിരിക്കുന്നത് $300K വീട്ടിലോട്ടാണ്. ഇത് വെളിയിൽ നോക്കുമ്പോൾ തന്നെ നല്ല വലുപ്പമുള്ള വീടാണ്, നല്ല ലക്ഷറിയസ് വീടാണ്. വെളിയിൽ നോക്കുമ്പോൾ തന്നെ നല്ല റിച്ച് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ കാടിന് അടുക്കാണ് ഈ വീട് കൊണ്ടുപോകുന്നത് വെച്ചേക്കുന്നത്. ഒരു പാലമൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ചുറ്റും വെള്ളമാണ്. നിറച്ച് കഴിഞ്ഞാൽ കാട് പോലെ വേണത് വെച്ചേക്കാം. പിന്നെ ഇവിടെയൊക്കെ നല്ല ഗാർഡൻ പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തിനാണെന്ന് അറിയാൻ പറ്റില്ല, ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളല്ല, ഇത് മറ്റേ വാട്ടർ ഫൗണ്ടനാണ്. ഇവിടെയാണ് അടുത്ത സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം എക്സ്പ്ലോർ ചെയ്ത്. ഇവിടെ ഡോറ് പോലും ഇല്ല. ഇവിടെ കൊള്ളാം, നമ്മൾ തല്ലി പൊളിച്ചത്. കൊള്ളാം. നമ്മൾ റൂമൊക്കെ കണ്ടുപിടിക്കാണ്ടേ. ഈ ഡോറില്ലാത്ത വീടാ, അതങ്ങനെ കുഴപ്പമില്ല. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, ഇവിടെ കസേര മേശ. ഇടങ്ങളൊന്നും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു അവർ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ പൊളിയാ. വെളിയോണ്ട് വന്ന നിറച്ചും മരങ്ങൾ. അതുകൊണ്ട് അടുത്ത സ്വിമ്മിംഗ് പൂള് ഒരു ഗ്ലാസ് പൊട്ടിച്ച് ഇതിനകത്ത് മൊത്തം വെള്ളം നിറയെ. പിന്നെ ഇവിടെ താഴോട്ട് പോകുമ്പോഴത്തേന് അടുത്ത റൂമുണ്ട്. ഇത് പക്ഷേ വലിയ വീടാണ്. ഈ കണ്ട് കയറാൻ തന്നെ തമ്മിൽ. ഇവിടെ അവരെ സ്റ്റോറേജ് റൂമാണെന്ന് തോന്നുന്നു, കുറേ ജസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത ബെഡ്റൂം. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ എന്നാടാ, ഇതെന്നാ വലിയ ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് വ്യൂ ഉണ്ട് അതേപോലെ. അടുത്ത റൂമിലോട്ടോ. നീ എങ്ങനെയാ മണ്ടലോട്ട് കയറണം? മണ്ടലോട്ടുള്ള വഴിയല്ല, ബുക്ക് എടുക്കാൻ പറ്റത്തില്ല. താഴെ ഇത്രേ ഉള്ളൂ. നീ മേളിലോട്ട് എങ്ങനെയാ കയറുന്നത്? അല്ല ഇതില്ല. അവിടെ ഇങ്ങോട്ട് ഇനി വഴി ഉണ്ടോ? ഇത് കുറെ കസേരയൊക്കെ ഉണ്ടല്ലോ. ഇത് കടയാന്ന് തോന്നുന്നു. ഇവിടെ കടയായിരിക്കും ചിലപ്പോൾ. അടുത്ത ഡോറ് നല്ലതാ. അതിന് കൂട്ടിക്കൊണ്ട് വരും. ഇവിടെ അടുത്ത ഡോറുണ്ട്. തിരിച്ച് നമ്മൾ മണ്ടാലോട്ട് കയറുവാണെങ്കിൽ ഇന്ത്യയുടെ വഴിയില്ല. അപ്പം മണ്ടാലോട്ട് കയറാൻ അത്ര കാര്യമായിട്ട് ഇവിടെ ഒന്നും ഇല്ല. പിന്നെ 1-2 വെളിയിലോട്ടുള്ള വഴി റൂമുകളൊക്കെ കുറേ. അടുത്ത ബെഡ്റൂം.
കൊട്ടാരം പോലെ പണിത് വെച്ചേക്കുന്നത്, നിറച്ചും ബെഡ്റൂമിന്. ഇനി നമുക്ക് ഒന്നും കൂടെ മണ്ടോട്ട് തോന്നും. സ്റ്റെപ്പുണ്ടോ അവിടെ? ഇത് ഇമാരെ കിച്ചണാന്ന് തോന്നുന്നു. കുറെ കേക്കൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ നല്ല ഫിറ്റ് വ്യൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി വരെ കണ്ടു കഴിഞ്ഞു ഈ വീടിൻ്റെ. ഇനി ബാക്കി പകുതിയും കൂടെ കണ്ടാൽ മതി. തിയേറ്റർ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇവിടെ മോണിറ്ററൊക്കെ വെച്ചേക്കുന്നു. ലൈറ്റായിരുന്നു. ഇവിടെ മുകളിൽ അത്ര റൂമൊന്നുമില്ല. ഉള്ളത് ആപ്പാടെ 2-3 ബെഡ്റൂം. അപ്പോൾ നമുക്കിനി അടുത്ത വീട്. ഇത് $500K വീടാണ്. ഇത് വെളിയിൽ നോക്കുമ്പോൾ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ലുക്കാണ് ഉള്ളത്. പക്ഷെ അകത്തൊന്നും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ നിറച്ച സ്വിമ്മിംഗ് പൂളുള്ളത്. വീടിന് ചുറ്റും സ്വിമ്മിംഗ് പൂൾ പണിത് വെച്ചേക്കുവാണ്. വീടിൻ്റെ അകത്ത് കൊണ്ട് 2-3. പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും വെച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താഴോട്ടൊരു റൂമുണ്ട്. വീട് വെളിയിൽ നിന്നാണ് നല്ല ലുക്കുണ്ട്. പക്ഷേ അകത്തൊന്നും വെച്ചിട്ടില്ല. മതി. ഇവിടെ വെള്ളം കുറവാണ്. നല്ല വീടായിരുന്നു. പക്ഷെ ഇവരകത്തൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതൊരു നെഗറ്റീവാണ് ഈ വീടിൻ്റെ. റൂം പോലെ ഇവരകത്ത് പണിതിട്ടില്ല. പക്ഷേ നല്ല വ്യൂ ഉണ്ട്. അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ ഇവരുടെ വീട്. ഒന്ന് വെളിയോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല സെറ്റ് വ്യൂ. പാകപ്പാറ ഉള്ളത് ഇതിനകത്ത് വലിയ റൂമും പിന്നെ ഈ ഒരു ബാൽക്കണിയും കുറേ സ്വിമ്മിംഗ് പൂളും മാത്രമേ ഉള്ളൂ. $500K ഈ വീട് ഡിസൈൻ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അകത്തൊന്നും ഇല്ല, റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് നല്ലതെന്ന് പറയുന്നില്ല. എങ്കിലും ഉണ്ട് അത്യാവശ്യം. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് $1 million വീട്. വെളിയിൽ നോക്കുമ്പോൾ തന്നെ ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏരിയ മൊത്തം നോക്കുവാണെങ്കിൽ ഫുള്ള് ബിൽഡാവാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഇവിടെ വാച്ച് ടവർ ഉണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഒരു മതിൽ പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണിയാൻ തന്നെ ഇവർ വർഷങ്ങളെടുത്ത് കാണും. കാരണം അത്ര നല്ല ഡിസൈനില്ല ഇവർ പണിത് വെച്ചേക്കുന്നത്. വലിപ്പം തന്നെ നല്ല വലിപ്പമുണ്ട്. സൈഡിൽ ഒരു കാടുണ്ട്. ഇതുണ്ട് ഒരു പ്രതിമയൊക്കെ പണിത് വെച്ചേക്കുന്നുണ്ട് വീടിൻ്റെ സൈഡിൽ. ഇവിടെ അടുത്ത വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. കറക്റ്റ് ഒരു കൊട്ടാര രീതിയിൽ ഒരു പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേനും ഇതിനുള്ള കാടാണ് മൊത്തം. എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ആരും ഉപയോഗിക്കാതിരിക്കുന്ന വീടാന്ന് തോന്നുന്നു. നിറച്ചും കാടൊക്കെ ഉണ്ട്. അത് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം ഏതൊക്കെ വഴി ഏതൊക്കെ അങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവിടെ നമ്മൾ ചിലപ്പം അങ്ങോട്ട് കയറും, അവിടെ നിന്ന് ചിലപ്പോൾ വെളിയിലോട്ട് കയറും, വെളിയിൽ നിന്ന് തിരിച്ചില്ലാതെ കയറും. ഇങ്ങോട്ടോ ഇവിടെ കണ്ട് വലിയൊരു ലൈബ്രറി ഉണ്ട്. ജന്മത്തൊന്ന് വായിച്ച് കേൾക്കാൻ പറ്റാത്ത ബുക്കാണ് അത്. ഇവിടെ എല്ലാം നല്ല ഡിസൈനൊക്കെയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതെന്തുകൂടെ സംഭവം? ഇത് കിച്ചണല്ല. എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഈ മീറ്റിംഗ് ഒക്കെ വെക്കാൻ സ്ഥലമാണെന്ന് തോന്നുന്നു. പാർട്ടി അതിനെന്തിനു മേശ? അങ്ങനെ ഡിസൈനൊക്കെ കൊള്ളാം. സൈഡെല്ലാം നല്ല സെറ്റായിട്ട് നല്ല ചെയ്യുന്നു. നമ്മളിപ്പോൾ വെളിയോട്ടി ആടി. അതാ പറഞ്ഞത്. ഇപ്പോൾ ഇതിലെ പോയാൽ നമ്മൾ വെളിയോട്ടി ആടും. പിന്നെ ഇത് ആ പല കൺഫ്യൂഷൻ അടിക്കുന്ന വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നു. നമ്മൾ പിന്നെ വെളിയിലെത്തി. അവിടെ ഇതെങ്ങനെയാണ് അപ്പോൾ അകത്ത് കയറുന്നത്? ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഇത്ര വലിയ വീടുണ്ട്, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാണ്? കുറച്ച് ദൂരം പോയി നിന്റെ പേര് പോലും കാണത്തില്ല എനിക്ക്. നമ്മൾ സ്റ്റെപ്പ് കണ്ട് കയറി പോവുകയാണ്. അയ്യോ എന്ത് ഒഴിവാണത്? ഇത്ര വലിയ വീടോ? എന്ത് ഗോപ്പെടുത്ത് വേണോ വലിയ വീട് വേണം? അതെന്നാ അത്? മറ്റേ ഇതാ പിയാനോ എന്ന് തോന്നുന്നു. ഓർഗൻ പിയാനോ.
അതുപോലെ ഇതാ പാർട്ടി റൂം, ഇതാ പാർട്ടി റൂം പോകുന്നു. നീ ഇവിടെ നിന്ന് മണ്ടോട്ട് ഇവിടെ കയറാൻ ഇവിടെ പക്ഷേ ഇതിൻ്റെ അത് ലൈറ്റ് കുറവാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും വലിയ വീടിൻ്റെ അകത്ത് കുറേ ലൈറ്റ് വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഇതൊന്നും കാണാൻ പോലും ഇല്ല. ഇത്ര നേരം നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ബെഡ്റൂം പോലും കണ്ടില്ലല്ലേ. കുറേ ലൈബ്രറി ഒക്കെ ഉണ്ട്. പണിയുന്നുണ്ടാക്കി അവർ ചിലപ്പം മറന്നു നോക്കണം ബെഡ്റൂം നോക്കാൻ. നേരെ താഴോട്ട് പോയി ഇത് നമ്മളിപ്പോൾ കയറിയാണ്. അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാം കുറേ റൂമുകളൊക്കെ ഉണ്ട്. അവിടെ ഇത് തന്നെയാണിത്. ഇതുണ്ട് ഇവിടെ താഴോട്ട് നോക്കി നിങ്ങളല്ലേ. ഇതൊക്കെ എന്നാ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇതെന്നാലും മണിയെ നല്ല നല്ല ദിവസം കൊടുത്തതാണ്. അപ്പോൾ ഇത്ര ഉള്ളു ഈ വീടിൻ്റെ റൂമൊക്കെ ഉള്ളു. ഒരു ബെഡ്റൂം പോലും കണ്ടില്ല, ഒരു ബാത്റൂമും കണ്ടില്ല. പക്ഷെ വീട് നല്ല ലക്ഷറിയസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലെങ്ങനെ വെളിയോട്ടിറങ്ങുന്നത്? ഇത്ര നേരം നമ്മൾ അതിലേ പോയാലും വെളിയോട്ടിറങ്ങുമായിരുന്നു. അത് ഇതിലെല്ലാം 5-6 വഴി കിടക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇവിടെ വഴി. ഇപ്പോൾ $1 million വീടാണെങ്കിൽ ഇത് 100% വെർത്താണ്. കാരണം ഇത്രയും വലിയ വീട് $1 million കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. പിന്നെ അകത്ത് റൂമൊന്നും ഇല്ലെന്നേ ഉള്ളൂ, അതൊക്കെ നിങ്ങൾ വേണം പണിതെടുക്കണം. ഫുള്ള് നോക്കാനുള്ള അത് കഴിയത്തില്ല, ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് തീരത്തില്ല. ഇത്രയും കണ്ടു കയറുക എന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ല. എന്നാലും നല്ല വീടാണ്.